Hi guys, welcome to Veranda Race, Malayalam YouTube channel. എൻ്റെ പേര് അതുല്യ. So നമ്മൾ ഇന്ന് SC Railway റീസണിംഗ് സെഷനിൽ ഒരു സ്പീഡ് മോക്ക് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ഇത്രയും നാൾ പോയിട്ടുള്ള ബേസിക് ടോപ്പിക്സ് എല്ലാം കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ട് നമ്മൾ സാറ്റർഡേ സൺഡേ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പീഡ് മോക്ക് സീരീസ് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ദാറ്റ് ഇത്രയും നാൾ പോയിട്ടുള്ള PYQs എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ ഓരോ ബേസിക് ടോപ്പിക്സും ആണ് ഒരു വീക്കിൽ കവർ ചെയ്യുന്നത്. ആ ബേസിക് ടോപ്പിക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സ്പീഡ് മോക്ക് ആയിട്ട് കണ്ടക്ട് ചെയ്യുകയാണ്. ഓരോ ക്വസ്റ്റിനും 30 സെക്കൻഡ് ടൈം തന്നെ ഇതിനും കാണും. സോ ഈ 30 സെക്കൻഡ് ടൈമിനുള്ളിൽ ചെയ്ത് തീർക്കാനാണ് ഈ ഒരു സീരീസ് കൊണ്ടുവന്നേക്കുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. എന്ന് പറഞ്ഞാൽ ഒരു ആൽഫബറ്റിക് സീരീസ് ആണ് അല്ലേ. ഇതിൽ കറക്റ്റ് ഓർഡർ ആണ് പറയാൻ പറഞ്ഞേക്കുന്നത്. ഞാൻ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ ഏത് രീതിയിലാണ് ഈ ഒരു സീരീസ് പോകുന്നതെന്ന് ജസ്റ്റ് ചെയ്ത് നോക്കൂ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കേ. FIR ഡാഷ് DF ഡാഷ്, ഇവിടെ 2 ഡാഷ് ഉണ്ട്, 2 ഡാഷസ് ആണ്. EDF ഡാഷ് T ഡാഷ് DFI ഡാഷ് എന്നാണ്. സോ നമ്മൾ ഇത് എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു 4 ഇതുള്ള, ദാറ്റ് ഈസ് FIR ഡാഷ് D, അത് കഴിഞ്ഞിട്ട് വീണ്ടും F വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു, 2 ഡാഷുകളുണ്ട്, EDF, അത് കഴിഞ്ഞ് വീണ്ടും F വെച്ച് ഒരു ഇത്, ദെൻ T ഡാഷ് DFI ഡാഷ് E ദെൻ ഡാഷ്. ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. സോ ഇതെന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നോക്കാം. ഇത് ഞാനൊരു 5 എണ്ണം ഉള്ള ഒരു സീരീസ് ആയിട്ട് കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇതൊരു 5 എണ്ണമുള്ള ഒരു സീരീസ് ആയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, കട്ട് ചെയ്യുന്നു. എന്ന് വെച്ചാൽ F ഫസ്റ്റ് വരുന്നത് പോലെ കട്ട് ചെയ്യുന്നു. സോ F ഫസ്റ്റ് ആയിട്ട് പോയേക്കുവാണ് അല്ലേ. സോ ഈ ഫസ്റ്റ് ഇതിൽ വരുന്ന ഏതാണെന്ന് നോക്കാം. ഇവിടെ നോക്കേ, FI നമുക്ക് ഈ ഒരു 5 ആയിട്ട് എന്താണ് സ്പ്ലിറ്റ് ചെയ്താൽ ഇവിടെ FI ഡാഷ് E, 4ാമത് E ആണ് വരുന്നത്. ഈ ഒരു ഇതിലും 4ാമത് E ആണ്. സോ ഇവിടെ എന്തായിരിക്കും, E ആയിരിക്കും വരുന്നത്. ഓക്കെ, ഫസ്റ്റ് ഇതിൽ എന്താ വരുന്നത്, E ആണ് വരുന്നത്. എല്ലായിടത്തും E തന്നെയാണ്. അപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് എല്ലായിടത്തും E തന്നെയാണ് വരുന്നത്. അതേപോലെ തന്നെ ലാസ്റ്റിൽ എന്തായിരിക്കും നോക്കേ, എല്ലായിടത്തും എന്താ വന്നേക്കുന്നത്, D ആണ് വന്നേക്കുന്നത് അല്ലേ. അപ്പോൾ ലാസ്റ്റ് ഓപ്ഷനിൽ എന്തായിരിക്കും വരുന്നത്, D ആയിരിക്കും. അപ്പോൾ Fഉം Dയും ഉള്ള ബാക്കി Eയും Dയും ഉള്ള ഓപ്ഷൻസ് മാത്രം വെച്ചാൽ അത് ബാക്കിയെല്ലാം നമുക്ക് എലിമിനേറ്റ് ആക്കി കളയാൻ പറ്റും. ഇനി അടുത്ത നോക്കി, F കഴിഞ്ഞ് പിന്നെ ഒരു ഡാഷ് വന്നേക്കുവാണ് അല്ലേ. F കഴിഞ്ഞ് ഡാഷ് വരുമ്പോൾ നോക്കി, ഇവിടെ I ആണ്, ഇവിടെയും I ആണ്. സോ അവിടെ എന്തായിരിക്കും വരേണ്ടത്, I തന്നെയായിരിക്കും. ദാറ്റ് ഈസ് FI, ദാറ്റ് ഈസ് ആദ്യമേ E വരും, ദെൻ ഒരു I വരും, ലാസ്റ്റിൽ എന്താണ്, D വരും. അങ്ങനെ ഒരു ഓപ്ഷൻ ഏതാ വന്നേക്കുന്നത്, ഓപ്ഷൻ 1 മാത്രമേ ഉള്ളൂ. ഓപ്ഷൻ 1 ആ രീതിയിൽ വരുന്നത്. സോ ഇവിടെ എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ, ആദ്യത്തെ 2ഉം എല്ലാം റിപ്പീറ്റേഷൻ ആണ്. മൂന്നാമത്തെ R എന്ന് പറയുന്നത് ഒന്നുകൂടി അടുത്തതിൽ S ആകും, ദെൻ വീണ്ടും ഒന്നുകൂടി, അങ്ങനെയാണ് പോകുന്നത്. മൂന്നാമത്തെ ടേം എന്ത് ചെയ്യും, ഒന്നുകൂടി പോകും, ബാക്കിയെല്ലാം റിപ്പീറ്റേഷൻ എന്ന രീതിയിലാണ് പോയേക്കുന്നത്. ഓക്കെ, FIRED ആണ് ഫസ്റ്റ്, FISCD ആണ് സെക്കൻഡ്, അങ്ങനെ FI അടുത്ത എന്താ, അടുത്ത ഞാൻ FITED വരും, FI അടുത്ത എന്താ, T കഴിഞ്ഞിട്ട് UED. സോ ഈ രീതിയിൽ വരുമ്പോൾ ഓപ്ഷൻ 1 ആണ്. ഫുള്ള് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നതാണ് ഇത് ഏറ്റവും നല്ലത്. ചില എന്താണ് ആൽഫബറ്റിക് സീരീസ് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഓപ്ഷൻ ഇട്ട് കൊടുക്കാറും ചെയ്യാറുണ്ട്. സോ അതിനെക്കാട്ടി ഇത് ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. സോ കറക്റ്റ് ആൻസർ എത്രയാണ്, ഓപ്ഷൻ 1 ആണ്, ആദ്യത്തെ ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, സെർട്ടൈൻ എന്ന് പറഞ്ഞ് കോഡ് ചെയ്തേക്കുന്നത് ECTR എന്താണ് CGP എന്നാണ്. ഡിജിറ്റൽ എന്ന് പറഞ്ഞാൽ റിട്ടേൺ ചെയ്തേക്കുന്നത് FIGGI VYN ആ ഒരു രീതിയിലാണ്. ഹൗ വിൽ ഫാക്ടറി ബി റിട്ടേൺ, ഫാക്ടറി എങ്ങനെ ആയിരിക്കും റിട്ടേൺ ചെയ്തേക്കുന്നതാണ്. ഞാൻ ഒരു 30 സെക്കൻഡ് ടൈം തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ.
ഓക്കെ, സോ നമുക്കൊന്ന് ചെയ്ത് നോക്കാം അല്ലേ. ഓക്കെ, CERTAIN എന്ന് പറയുന്നത് CERTAIN അല്ലേ. സോ അത് റിട്ടേൺ ചെയ്തേക്കുന്നതാണ് ECTR എന്ന് പറഞ്ഞല്ലേ. സോ ഞാൻ ഇവിടുത്തെ പൊസിഷണൽ വാല്യൂസ് എന്ന് എഴുതുവാണിത് 3, 5, 18, 20, 1, 9 and 14 എന്നാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഇത് 5, 3, 20, 18, 3, 7, 16 ഈ ഒരു രീതിയിലാണ്. നോക്കുമ്പോൾ എന്താണ് ഒരു +2, then ഒരു -2, +2, -2. സോ ഈ ഒരു സീരീസ് ആണ് പോയിരിക്കുന്നത്. +2, -2, +2, -2 എന്ന് പറഞ്ഞൊരു സീരീസ് ആണ് പോയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫാക്ടറി എന്ന് പറയുന്നത് എങ്ങനെയാണ് കോഡ് ചെയ്തേക്കുന്നത് അല്ലേ, ഫാക്ടറി. സോ ഫാക്ടറി എന്ന് പറയുന്നത് 6, 1, 3, 20, 15, then 18 and 25. +2 ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. +2 which is 8. ഇവിടെ +2 ആകുമ്പോൾ +2 -2 സീരീസ് ആണ് പോയേക്കുന്നത്. സോ അടുത്ത എന്താണ് -2 പോകുമ്പോഴത്തേന് 25 ആണല്ലേ. ദെൻ വീണ്ടും +2 which is 5. സോ ഇത് H, Y, ദെൻ ഇതെന്താണ് C എന്ന് പറയുന്നത് E ആണ്, 5 വരുന്നത് HYE എന്ന് പറഞ്ഞു വരുന്നത്. ബാക്കിയെല്ലാം കട്ടായി പോയി. ഈ രണ്ട് ഓപ്ഷനിൽ ഏതെങ്കിലും ആയിരിക്കും. അപ്പോൾ അടുത്ത നോക്കാം. അടുത്തെന്ന് പറയുന്നത് വീണ്ടും എന്താണ് -2 which is 18 which is എന്താണ് R. വീണ്ടും +2 which is 17 which is Q. സോ HYERQ എന്ന് പറഞ്ഞു വരുന്നതാണ്. സോ കറക്റ്റ് ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ 1 ആണ്. HYERQ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് വരുന്നത്. സോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇത് കിട്ടിയല്ലേ. നമ്മൾ ആദ്യമേ +2, -2 എന്ന് പറഞ്ഞ സീരീസ് ആണ് പോയേക്കുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു എന്താണ് സിലോജിസം ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ സിലോജിസത്തിന് പോയിട്ടുണ്ട്. വളരെ എളുപ്പമുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. സോ നമ്മൾ ചെയ്യുമ്പോൾ എന്താണ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്നത്, ഓൾ ബോട്ടിൽസ് ആർ കണ്ടെയ്നേഴ്സ് അല്ലേ. എല്ലാ ബോട്ടിൽസും എന്താണ് കണ്ടെയ്നേഴ്സ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഓൾ ബോട്ടിൽസ് ആർ കണ്ടെയ്നേഴ്സ്. ഇനി അടുത്ത എന്താണ്, സം കണ്ടെയ്നേഴ്സ് ആർ ബക്കറ്റ്സ് അല്ലേ. കുറച്ച് കണ്ടെയ്നേഴ്സ് എന്താണ് ബക്കറ്റ് ആണ്, BU എന്ന് പറഞ്ഞ് ഡിനോട്ട് ചെയ്തു. ഇനി ഓൾ ബക്കറ്റ്സ് ആർ സോപ്പ്, എല്ലാ ബക്കറ്റ്സും എന്താണ് സോപ്പ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. സോ ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇനി നോക്കി, സം സോപ്സ് ആർ ബോട്ടിൽസ്, കുറച്ച് സോപ്സ് ബോട്ടിലാണെന്ന് ആണോ, നമുക്ക് റിലേഷൻ ഒന്നുമില്ല, അതിപ്പോൾ കട്ട് ചെയ്യുക. അടുത്ത സം ബക്കറ്റ്സ് ആർ ബോട്ടിൽ, സം ബക്കറ്റ്സ് ആർ ബോട്ടിൽ എന്ന് പറഞ്ഞതും റിലേഷൻ നമുക്ക് ആ വെൻ ഡയഗ്രത്തിൽ നിന്ന് കിട്ടുന്നില്ല. സോ അതും തെറ്റാണ്. അടുത്ത നോക്കിയേ, സം സോപ്സ് ആർ കണ്ടെയ്നേഴ്സ്, കുറച്ച് സോപ്സ് കണ്ടെയ്നേഴ്സ് ആണ്, അത് നമുക്ക് കിട്ടുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു പോർഷൻ കണ്ടെയ്നേഴ്സ് ആണ്. സോ അത് രീതിയിൽ എന്താണ് ആ ഒരു ഓപ്ഷൻ മാത്രം ശരിയാണ്. അപ്പോൾ എന്താണ് ഇതിലിത്, ഒൺലി 3, കൺക്ലൂഷൻ 3 മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഇവിടെ ഫോളോ ചെയ്യുന്നുള്ളൂ. സോ ഓപ്ഷൻ 4 ആണെന്ത് കറക്റ്റ് ആൻസർ. ഒൺലി കൺക്ലൂഷൻ 4 ആണെന്ത് ഫോളോ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഓക്കെ, സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ 4. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് അടുത്ത വരുന്നത് വെരാൻഡ റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡാണ്. ഈ ഒരു 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡിൽ ആദ്യം ഒരു ക്ലാസ് സെഷൻ ഉണ്ടാവും, ദെൻ ഒരു സർക്കിൾ സെഷൻ, ദെൻ ഒരു എക്സ്ട്രീം സർക്കിൾ, ഒരു സൂപ്പർ ബാച്ച്, ഒരു റിപ്പ് സെഷൻ, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂ പ്രൊവൈഡ് ചെയ്യുന്നത്. ക്ലാസ് സെഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ബേസിക് ഫാക്കൽറ്റീസിന് വെച്ചിട്ട് ഒരു ക്ലാസ് സെഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് മെൻ്റൽ സപ്പോർട്ടോട് കൂടി ഒരു സർക്കിൾ സെഷൻ പ്രൊവൈഡ് ചെയ്യും. ദെൻ ഒരു എക്സ്ട്രീം സർക്കിളും ഒരു സൂപ്പർ ബാച്ചും ഉണ്ടാവും. നമ്മുടെ എന്താണ് അപ്കമിങ് ആയിട്ടുള്ള എക്സാംസിന് നമ്മളെ ഇത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രീം സർക്കിളും ഒരു സൂപ്പർ ബാച്ച് എന്നും പറഞ്ഞത്. ഒരു റിപ്പ് സെഷൻ ഉണ്ട്, ദെൻ ഒരു മോക്ക് ഇൻ്റർവ്യൂവും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇൻ്റർവ്യൂ ബേസ്ഡ് ആയിട്ടുള്ള ഏതെങ്കിലും എക്സാംസിനായിട്ട് നമ്മൾ മോക്ക് ഇൻ്റർവ്യൂസും പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഇനി നമുക്ക് അഡ്മിഷൻ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ അവൈലബിൾ ആണ്. ഓൺലൈൻ ഓഫ്ലൈൻ ബാച്ചസിൻ്റെ ഡീറ്റെയിൽസിനായിട്ട് ഈ 2 നമ്പേഴ്സിലേക്കും കോൺടാക്ട് ചെയ്യുന്നതാണ്. ആൻഡ് 25th നമ്മുടെ വെരാൻഡ റേസിൻ്റെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് നിങ്ങൾക്ക് ബാങ്കിനെ കുറിച്ചും SSCയെ കുറിച്ചും എന്തെങ്കിലും ഒരു എന്താണ് സംശയമോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ആ ഒരു രീതിയിലുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും നമ്മുടെ ക്ലാസ് ആ രീതിയിൽ നമ്മൾ എന്താണ് ഒരു ഓറിയൻറ്റേഷൻ നമ്മൾ സ്റ്റുഡൻസിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ മറക്കരുത്, എന്താണ്
May 25th ഇവിടെ ആ ഒരു ഓറിയന്റേഷൻ വരുന്നത്. സോ എല്ലാവരും നമ്മൾ ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, ആ ലിങ്കിൽ കയറി രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. ഫോർത്ത് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻ എ ഫാമിലി ഓഫ് 3, പി എന്ന് പറയുന്നത് എ ഇസ് ഫാദർ ആൻഡ് കെ ഇസ് ദ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എ. ഹൗ ഈസ് കെ റിലേറ്റഡ് ടു പി എന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഒരു 30 സെക്കൻഡ് ടൈം തരാൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കൂ. ഓക്കെ, ഇതൊരു ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യൻ ആണ്. സോ ബ്ലഡ് റിലേഷൻ ക്വസ്റ്റ്യനിൽ ആദ്യമേ വേണ്ട എന്താണ്, നമ്മൾ ഫിഗർ വരയ്ക്കുക എന്നുള്ളതാണ്. നോക്കി, ഒരു ഫാമിലി ഓഫ് 3 അല്ലേ, ഫാമിലി ഓഫ് 3 ഓക്കെ, ഫാമിലി ഓഫ് 3 എന്താണ് പറഞ്ഞേക്കുന്നത്, പി ഇസ് എസ് ഫാദർ എന്നാണ് പറഞ്ഞേക്കുന്നത്. വെച്ചാൽ പി എന്ന് പറയുന്നത് പി എന്ന് പറയുന്നത് ആരാണ്, എയുടെ ഫാദർ. പി ഈസ് എസ് ഫാദർ, എയുടെ ഫാദർ ആണ് ആര്, പി എന്ന് പറയുന്നത്. ഓക്കെ, പി ഈസ് എസ് ഫാദർ എന്ന് പറയുന്നുണ്ട് അല്ലേ. ആൻഡ് കെ ഈസ് ദ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ഓഫ് എ. പെറ്റേണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ഛനുമായിട്ട് റിലേറ്റഡ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ കെ എന്ന് പറയുന്നത് എയുടെ പെറ്റേണൽ ഗ്രാൻഡ് ഫാദർ ആണ്. അപ്പൊ കെ എന്ന് പറയുന്നത് ഈ ഒരു പൊസിഷനിലാണ് വരുന്നത് അല്ലേ. ഇനി ഹൗ ഈസ് കെ റിലേറ്റഡ് ടു പി, കെ എങ്ങനെ പിയോട് റിലേറ്റഡ് ചെയ്തേക്കുന്നതാണ്, ജെൻഡറും കൂടെ എഴുതാം. സോ പി, കെയും പി എങ്ങനെയാണ് റിലേറ്റ് ചെയ്തേക്കുന്നത്, ഫാദറിന്റെ രീതിയിലല്ലേ അല്ലേ. കെ റിലേറ്റഡ് ടു പി, കെ എങ്ങനെയാണ് പിയുമായി റിലേറ്റ് ചെയ്ത് വെച്ചാൽ ഇറ്റ്സ് ഫാദർ, പിയുടെ ഫാദർ ആണ് ആര്, കെ എന്ന് പറയുന്നത്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു നമ്പർ സീരീസ് ക്വസ്റ്റ്യൻ ആണ്. 29:111 ആണെങ്കിൽ 72 ഡാഷ് 36 എന്താണ് 139 എന്നാണ് പോയേക്കുന്നത്. ഒരു 30 സെക്കൻഡ് ടൈം തരാൻ, ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കും. ഓക്കെ, നോക്കി 29:111 എന്നാണ് പറഞ്ഞേക്കുന്നത് അല്ലേ. അതേപോലെ 36:139. ഞാൻ നോക്കിയപ്പോൾ 29ന്റെ ടേബിളിൽ എന്താണ് ഈ ഒരു 111ഓടോ എന്തെങ്കിലും അടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും സംഖ്യ ഉണ്ടോ എന്ന് നോക്കി. ഞാനപ്പോൾ നോക്കിയപ്പോൾ 24ന്റെ 4ന്റെ മൾട്ടിപ്പിൾ അല്ലേ, 29 × 4 എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്, 116 ആണ് അല്ലേ, 116 ആണ്. അതിൻ്റെ കൂടെ ഒരു 5 കുറയ്ക്കുമ്പോൾ എനിക്ക് എത്ര വരും, 111 വരും. ഓക്കെ, 29 × 4 എന്ന് പറയുന്നത് 116 ആണ്. അതിൻ്റെ കൂടെ ഒരു 5 കുറയ്ക്കുമ്പോൾ 111 വരും. അങ്ങനെ നോക്കി 36 അങ്ങനെ നോക്കി, 36 × 4 എന്ന് പറയുന്നത് 144 ആണ് അല്ലേ. 144ൻ്റെ കൂടെ ഒരു 5 കുറയ്ക്കുമ്പോൾ എത്ര വരും, 139 തന്നെ വരും. ഓക്കെ, സോ ഇനി എന്താണ് 72ൻ്റെ ആണെങ്കിൽ 72 × 4 ചെയ്യുക, വിച്ച് ഇസ് 288. അതിൻ്റെ കൂടെ എന്താ ചെയ്യുക, ഒരു 5 കുറയ്ക്കുക, വിച്ച് ഇസ് 283 എന്നാണ് വരുന്നത്. സോ 283 ഓപ്ഷൻ 1 ആയിരിക്കും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. എല്ലാവർക്കും കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യനിലോട്ട് പോകാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്
രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൽ ഏതൊക്കെ ഇത്രയും നമ്പേഴ്സിൽ ഏതൊക്കെ സൈൻ ചേഞ്ച് ചെയ്താൽ നമുക്കൊരു കറക്റ്റ് ആൻസർ 60 എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കറക്റ്റ് ആൻസർ കിട്ടുമെന്നാണ്. വളരെ എളുപ്പമാണ്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. സോ നോക്കി, ഇതിൻ്റെ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? നമ്മൾ ഓപ്ഷനിൽ നിന്ന് ഈ ഒരു ക്വസ്റ്റ്യനിലോട്ട് പോകുന്നതായിരിക്കും നമുക്ക് ഏറ്റവും എളുപ്പം. അങ്ങനെ നോക്കുവാണെങ്കിൽ നോക്കി, 17, 16 മൈനസ് ആൻഡ് ഇൻറ്റു, ഇതാണ് കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ ഇട്ട് കൊടുക്കുക. സോ ഞാൻ 17ഉം 16 ഇട്ട് കൊടുക്കാം. നോക്കി, 3 മൈനസ് ഇൻറ്റു മാറ്റാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 3 ഇൻറ്റു 16, സോ 3 ഇൻറ്റു 16 പ്ലസ് 3 ദെൻ മൈനസ് എന്താണ് 3 പ്ലസ് 17 ഇൻറ്റു 8 വിച്ച് ഇസ് ഈക്വൽ ടു എത്രയാണ്? സോ ആ രീതിയിൽ ചെയ്യുമ്പം എനിക്ക് എന്താണ് 17ഉം 16ഉം മൈനസും ഇൻറ്റുവും കൂടെ മാറ്റുമ്പോഴാണ് കറക്റ്റ് ആയിട്ടുള്ള എന്താണ് ആൻസർ വരുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് 7th ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇതൊരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്. QZAE എന്ന് പറയുന്നതും എന്താണ് CG എന്ന് പറയുന്നതും SXEI എന്ന് പറയുന്നത് ഡാഷ് ആൻഡ് UVM എന്നാണ് പറഞ്ഞേക്കുന്നത്. ഈ ക്ലസ്റ്റേഴ്സിൽ അടുത്ത വരുന്ന നമ്പർ ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആ ഒരു ഫില്ല് ചെയ്യേണ്ട ഏത് ഇതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒരു കോഡിംഗ് ഡീകോഡിംഗ് ക്വസ്റ്റ്യൻ ആണ്, വളരെ എളുപ്പമാണ്. ജസ്റ്റ് ഒന്ന് ചെയ്തു നോക്കൂ. സോ ഇതിൽ നോക്കുമ്പോൾ എന്താ QZAE അല്ലേ? QZAE എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ പൊസിഷണൽ നമ്പേഴ്സും എഴുതുകയാണ്. QZAE ദാറ്റ് ഈസ് 17, 26, 1, 5. അടുത്ത വരുന്നത് എന്താണ്? RYCG അല്ലേ? വിച്ച് ഈസ് 18, 25, 3, 7. സോ ഇവിടെ നോക്കി, ഇവിടെ +1 ആണ്, ഇവിടെ എന്താണ് -1, ഇവിടെ +2, ഇവിടെ എന്താണ് +2. ഈ ഒരു രീതിയിലാണ് പോയേക്കുന്നത്. അപ്പോൾ അടുത്തത് നോക്കി, SXEI ആണ്, വിച്ച് ഇസ് 19, 24, ദെൻ 5 ആൻഡ് അടുത്ത എന്താണ് 9. അങ്ങനെയാണെങ്കിൽ അടുത്ത വരുന്ന എന്താണ്? ഇതിൻ്റെ കൂടെ +1 വിച്ച് ഇസ് T വരുന്ന ഓപ്ഷൻസ് 2 ഉണ്ട്, ബാക്കി 2 ക്യാൻസൽ ചെയ്ത് കളയാം. സോ T. അടുത്ത എന്താണ്? -1 ആണ് അല്ലേ? അപ്പോൾ എന്താ വരുന്നത്? 23, ദാറ്റ് ഈസ് WTW. ദെൻ അടുത്ത എന്താ? ഇതിൻ്റെ കൂടെ എന്ത് ചെയ്യണം? +2 ആഡ് ചെയ്യണം, വിച്ച് ഇസ് 7 എന്ന് പറഞ്ഞാൽ Q ആണ്. ദെൻ അടുത്ത എന്താണ്? ഇതിൻ്റെ കൂടെ 2 വീണ്ടും ആഡ് ചെയ്യുക, വിച്ച് ഇസ് 11 എന്ന് പറയുന്നത് എന്താ? എന്ന് പറഞ്ഞാൽ G ആണ്. സോ TWG. അടുത്ത എന്താണ്? 11 വരണം അല്ലേ? 11 എന്ന് പറയുന്നത് K. സോ കറക്റ്റ് ആൻസർ എത്രയാണ്? TWGK എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്, വിച്ച് ഈസ് ഓപ്ഷൻ 3 ആണ്. നമുക്ക് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ 3 ആണ്. സോ TWGK ആണ് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു 7 ക്വസ്റ്റ്യനോടെ ഈ ഒരു സീരീസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതെന്ന് പറയുന്നത് സ്പീഡ് മോക്കാണ്. നിങ്ങൾ ക്ലാസ്സിൽ നേരത്തെ ബേസിക്സ് ആയിട്ട് പോയിട്ടുള്ള എന്താണ് റീസണിങ്ങിൻ്റെ ഓരോ ടോപ്പിക്കും വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടാണ്. ഇതെല്ലാം പ്രീവിയസ് ഇയർ ആണ്. നിങ്ങൾക്ക് CGL അല്ലെങ്കിൽ CHSL CPO ഇങ്ങനെയുള്ള എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ എടുത്തേക്കുന്നത്. സോ ദാറ്റ് നമുക്ക് എന്താണ് ഇച്ചിരി കൂടെ സ്പീഡ് ഇൻക്രീസ് ചെയ്യുക. സ്പീഡ് മോക്കിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സ്പീഡ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സീരീസ് കൊണ്ടുവന്നേക്കുന്നത്. സോ എന്തെങ്കിലും ഒരു ഡൗട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. എവിടെയാണ് നിങ്ങൾക്ക് മിസ്റ്റേക്ക് വരുന്നതെന്ന് അനലൈസ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ് കുറച്ചും കൂടി എന്താണ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു ഇമ്പ്രൂവ് ചെയ്യുന്നത്
നമുക്ക് നല്ല രീതിയിലാക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ഒന്നുകൂടെ പറയാം, നമ്മുടെ 25th വെറാൻഡ റേസിൻ്റെ എന്താണ് ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ വെച്ചിട്ട് നമ്മൾ എന്താണ് ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്താണ് SSC ബാങ്ക് ഈ ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള എന്താണ് പ്രത്യേകത, സോ ദാറ്റ് നമ്മുടെ ഫീച്ചേഴ്സ് പറയാനും അതേപോലെ തന്നെ നിങ്ങൾക്ക് SSCക്ക് ആയാലും അതേപോലെ തന്നെ ബാങ്കിനായാലും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നമ്മൾ ഒരു എന്താണ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാമായിട്ട് ചെയ്തേക്കുന്നത്. കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നമ്മളൊരു വീഡിയോ ആയിട്ട് ഇറക്കുന്നതാണ്, എന്താണ് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാംസിൽ. ഇതിൽ ഇപ്പോൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ മാത്രം തരാം. ഈ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബേസിക് മെറ്റീരിയൽസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് എന്താണ് കൂടുതലായിട്ട് SSCയെ കുറിച്ചും ബാങ്കിനെ കുറിച്ചും ഇനി വരാൻ പോകുന്ന ബാങ്കിൻ്റെ സാധ്യതകൾ അതേപോലെ തന്നെ SSCയുടെ സാധ്യതകൾ പറയുന്നുള്ള ഒരു ഓറിയൻറ്റേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഔട്ട്സൈഡ് സ്റ്റുഡൻസിനെ എല്ലാം വെൽക്കം ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങളിപ്പോൾ ഡിഗ്രി കഴിഞ്ഞിട്ടിരിക്കുന്നവരായിരിക്കാം, അല്ലെങ്കിൽ +2 യോഗ്യത കഴിഞ്ഞിട്ടിരിക്കുന്നവരായിരിക്കാം. അവർക്ക് ഏതൊക്കെ എക്സാംസിന് അറ്റംപ്റ്റ് ചെയ്യാം, നമുക്കൊരു ഗൈഡ് ലൈൻ പോലെയാണ് ഈ ഒരു വെറാൻഡ റേസ് ഈ ഒരു പ്ലാറ്റ്ഫോം യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ദാറ്റ് നിങ്ങൾ എല്ലാവരും വരിക. അത് നമ്മൾ ഈ ഒരു ലിങ്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിൽ രജിസ്റ്റർ ചെയ്തിട്ട് എല്ലാവരും ഈ ഒരു ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ വീണ്ടും പറയുകയാണ്, ഡേറ്റ് ഒന്നുകൂടെ പറയുകയാണ്, May 25th. സോ May 25th എല്ലാവരും വരിക. സോ ദാറ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ എന്തിനേക്ക് ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്കൊന്ന് വിഷ്വലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് അനലൈസ് ചെയ്യാനുള്ള ടൈമാണ്. സോ ദാറ്റ് ഈ ഒരു സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇത്രയും ഈ ഒരു 7 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്യുക. എന്തൊക്കെയാണ് നിങ്ങളുടെ പോരായ്മകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് റീസണിങ് എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ളൊരു ടോപ്പിക്കാണ്. പക്ഷേ നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് നെഗറ്റീവ് മാർക്ക് വരുന്നതും റീസണിങ്ങും തന്നെ ആയിരിക്കും. സോ നമ്പർ പസിലും നമ്പർ സീരീസും എല്ലാം ഒന്നും കൂടി ഇരുന്ന് കാണുക. ആൻഡ് നമുക്ക് ഏതാണോ ലാക്കിംഗ് ആയിട്ടുള്ള സബ്ജക്റ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ചാപ്റ്റർ ടെസ്റ്റ് എടുത്ത് പോവാം. ഓക്കെ, സോ ദാറ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു സെഷൻ നമ്മുടെ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച്.